നമസ്കാരം. പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് പ്രകടന പത്രികയിലൂടെ സർക്കാർ അറിയിച്ച പെൻഷൻ വർധനവ് ഇപ്രാവശ്യമില്ല. കുടിശ്ശികയായിരിക്കുന്ന തുക പുതിയ സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യും. ഈ മാസവും പെൻഷൻ വിതരണം ഉണ്ടാകും. ക്ഷേമ പെൻഷൻകാർക്ക് 2024 മാർച്ച് മാസം മുതൽ മുടങ്ങാതെ പെൻഷൻ എത്തിച്ചേരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു ഗഡു ക്ഷാമബത്ത പ്രഖ്യാപിച്ച് KN ബാലഗോപാൽ. 3% ക്ഷാമബത്ത ജീവനക്കാർക്ക് ലഭിക്കും. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതിൽ ബാലഗോപാൽ ക്ഷാമബത്ത പ്രഖ്യാപിച്ചിരുന്നില്ല. 2025 ഏപ്രിൽ മാസത്തിൽ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒരു ഗഡു ക്ഷാമബത്ത നൽകും. 3% നൽകുന്നത്. ഇതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള വാർഡ് തല പരിശോധനകളും ആരംഭിക്കും. സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തി അനർഹരെ കണ്ടെത്താനാണ് സർക്കാർ നീക്കം. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. നിലവിൽ പെൻഷൻ തുക കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പുതിയ പെൻഷൻ അപേക്ഷ വെച്ച ഗുണഭോക്താക്കളെയും സോഷ്യൽ ഓഡിറ്റിംഗ് ബാധിക്കും. പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കളുടെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ നേരിട്ടെത്തും. 2000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകൾ, 4 ചക്ര വാഹനം, എയർ കണ്ടീഷൻ ചെയ്ത വീടുകൾ, സർക്കാർ അർദ്ധ സർക്കാർ പെൻഷനുകൾ കൈപ്പറ്റുന്ന വീടുകൾ, 1 ലക്ഷം രൂപയിൽ കവിഞ്ഞ വാർഷിക വരുമാനമുള്ളവർ തുടങ്ങിയ മാനദണ്ഡങ്ങളാണ് സർക്കാർ കർശനമായി പരിശോധിക്കുന്നത്. ആരെങ്കിലും അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കെതിരെയും പരാതികളും തദ്ദേശ വകുപ്പുകളെ അറിയിക്കാവുന്നതാണ്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.